Hi all. Today we are going to discuss about verbal aptitude. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള വേറൊരു സെഷൻ ആണ്. അത് വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് വെർബൽ ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നോക്കാം. ആൻഡ് വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇറ്റ് വിൽ ബി ജനറലി റിലേറ്റഡ് ടു ലാംഗ്വേജ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിലും വെർബൽ ആപ്റ്റിറ്റ്യൂഡിനാണെങ്കിലും ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. വെർബൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാംഗ്വേജിലെ സ്കിൽസ് എന്തൊക്കെയാണ്, ഒരു സ്റ്റുഡന്റിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലാംഗ്വേജ് ലേണിംഗ് റൈറ്റ് ഫ്രം ബർത്ത്, നമ്മൾ ജനിക്കുമ്പോൾ മുതലേ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ലാംഗ്വേജ് ലേണിംഗ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ് ദാറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. അപ്പോ നമ്മൾ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ ആദ്യം മുതലേ, അതായത് ജനിച്ചു നമ്മൾ ബേബി ആയിരിക്കുന്ന ടൈം മുതലേ വി ലിസൺ ടു വേർഡ്സ്, വി ലിസൺ ടു സൗണ്ട്സ്, അങ്ങനെ നമ്മളത് കോംപ്രിഹെൻഡ് ചെയ്ത് പതിയെ പതിയെ നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നുണ്ട്, അല്ലെ? സോ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആരും ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാണ്ട് നമ്മൾ തന്നെ പഠിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജസ് എല്ലാം വി ടേക്ക് കോൺഷ്യസ് എഫേർട്ട്, വി സ്റ്റാർട്ട് സ്റ്റഡിങ് ഇറ്റ് ഇൻ സ്കൂൾ. നമ്മൾ സ്കൂളിൽ LKG മുതലോ അല്ലെങ്കിൽ pre-KG മുതലോ ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ് ലാംഗ്വേജ്. അങ്ങനെ നമ്മൾ കൂടുതൽ പഠിക്കുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. പിന്നെ അല്ലാണ്ട് തന്നെ വേറെയും സെക്കൻഡ് ലാംഗ്വേജസ്, തേർഡ് ലാംഗ്വേജസ്, അങ്ങനെ കുറെ ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ ലാംഗ്വേജ് ലേണിംഗ് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വെൻ കമ്മിങ് ടു ലാംഗ്വേജ് ലേണിംഗ് ഇൻ സ്കൂൾസ്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ലേണിംഗിൽ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇമ്പാർട്ടിംഗ് സ്കിൽസ് നീഡഡ് ഇൻ യൂസിങ് എ ലാംഗ്വേജ് റാദർ ദാൻ മിയർലി പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ എപ്പോഴും ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ലാംഗ്വേജിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ലാംഗ്വേജിന്റെ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കണം നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ലാംഗ്വേജ് ലേണിംഗ് ഡയറക്റ്റ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ. ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എപ്പോഴും ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും നടക്കുക. ഇറ്റ് അക്കേഴ്സ് ഇൻ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഫോർ സ്പെസിഫിക് പർപ്പസസ്, such as learning about a particular topic, participating in the community, and pursuing work and leisure activities. നമ്മൾ ഏതൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്താലും അതിലൂടെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോ നമ്മളിപ്പോ കുറച്ച് വലുതായ ഒരു ഏജിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷേ ത്രൂ ഔട്ട് ആയിട്ട് ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നുണ്ട്. ബിക്കോസ് വെൻ വി ടോക്ക് ടു പീപ്പിൾ, നമ്മൾ അവർ സംസാരിക്കുന്ന വൊക്കാബുലറി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ വേർഡ്സ് എല്ലാം നമ്മൾ കേട്ട് വി ടേക്ക് ഇറ്റ് ഇൻ ടു അവർ മെമ്മറി ആൻഡ് വി ട്രൈ ടു യൂസ് ഇറ്റ്. അങ്ങനെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ചിലർ ഇതിനൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കും. ദേ ടോക്ക് ടു പീപ്പിൾ ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ് ടു ലേൺ ദ ലാംഗ്വേജ്. ചിലര് അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കണമെന്നില്ല, ചുമ്മാ സംസാരിക്കുമ്പോൾ പോലും അറിയാതെ പുതിയ പുതിയ വേർഡ്സ് അവരുടെ മെമ്മറിയിൽ പതിയാണ്. അങ്ങനെ ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നടക്കുന്ന ഒരു ആക്റ്റീവ് പ്രോസസ് ആയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. ലാംഗ്വേജ് ലേണിംഗ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഡെവലപ്പ് ആൻഡ് അപ്ലൈ സ്ട്രാറ്റജീസ് ഫോർ കോംപ്രിഹെൻഡിങ്, കമ്പോസിങ് ആൻഡ് റെസ്പോണ്ടിങ് ഇൻ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റീഡിംഗ് കോംപ്രിഹെൻഷനിലാണെങ്കിൽ പോലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വി ഷുഡ് ബി ഏബിൾ ടു ഡീകോഡ് ദ ടെക്സ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ദ പ്രൈമറി സ്കിൽ ദാറ്റ് യു നീഡ് ടു ഡീകോഡ് ദ ടെക്സ്റ്റ് ഇസ് വാട്ട്? ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ആ ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്യാൻ പറ്റൂ. വാട്ട് എവർ ദ ടെക്സ്റ്റ് ഇസ്, പ്രിന്റഡ് ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം, ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ സിംബൽസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അത് ഡീകോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. ലാംഗ്വേജ് ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റുഡൻസിന് അവരുടെ കോംപ്രിഹെൻഷൻ സ്കില്ലും കമ്പോസിഷൻ സ്കില്ലും റൈറ്റിംഗ് സ്കില്ലിലും വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി ആയിട്ട് വേണ്ടത് ലാംഗ്വേജ് ആണ്. സോ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമല്ല,
ആസ് എ ലൈഫ് സ്കിൽ ഓൾസോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ലാംഗ്വേജ് ലേണിംഗ്. ഇനി ലാംഗ്വേജ് ലേണിംഗിൽ ബേസിക്കലി 4 സ്കിൽസ് ആണുള്ളത്. ദർ ആർ 4 സ്കിൽസ് ഇൻവോൾവ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. എന്തൊക്കെയാണ്? ദേ ആർ ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ മുതൽ കേൾക്കുന്നുണ്ടാവും. ലിസണിങ്ങും, സ്പീക്കിങ്ങും, റീഡിങ്ങും, റൈറ്റിംഗും. ഓക്കെ, അപ്പൊ ഈ 4 സ്കില്ലും ഒരുപോലെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ലാംഗ്വേജ് ലേണിംഗിൽ ഒരു സ്റ്റുഡന്റ് പ്രൊഫിഷ്യന്റ് ആവുകയാണെന്ന് നമ്മൾ പറയാൻ പറ്റുന്നത്. സോ ലിസണിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. ആൻഡ് ഈ 4 ലാംഗ്വേജ് സ്കിൽസും ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഇൻ 2 ways. ഒന്നെന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻ ഓർ ഔട്ട്. നമ്മൾ കേൾക്കുമ്പോൾ വെൻ യു ആർ ലിസണിങ് ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട്, ആൻഡ് വെൻ യു ആർ സ്പീക്കിംഗ് ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട്. ആ ഒരു രീതിയിൽ അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പോക്കൺ ഓർ റിട്ടൺ. സ്പീക്കിംഗ് ഇസ് a method of communication, writing is another method of communication. ആ 2 രീതിയിലും ഈ 4 സ്കിൽസും റിലേറ്റ് ചെയ്ത് ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ലിസണിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻപുട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വി ടേക്ക് ഇൻ. ഇറ്റ് ഇസ് ആൻ ഇൻപുട്ട് പ്രോസസ്. നമ്മളത് അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ആൻ ഇൻപുട്ട് പ്രോസസ്. വേറാസ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. നമ്മളിലൂടെ പുറത്തു വരുന്ന സംഭവങ്ങളാണ്. ലൈക്ക് യുനോ, we process things, we understand things, we comprehend things, and we give it out as speaking. അതുപോലെ തന്നെയാണ് റീഡിങ്. ഇറ്റ് ഇസ് അനദർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ വി ടേക്ക് ഇൻ തിങ്സ് ബൈ റീഡിങ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കുവാണ്, കേട്ട് മനസ്സിലാക്കുകയല്ല, വായിച്ച് മനസ്സിലാക്കുവാണ്. ദാറ്റ് ഇസ് ഓൾസോ അൻ ഇൻപുട്ട് പ്രോസസ്. സെയിം വേ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് പ്രോസസ് ആണ്. വി ടേക്ക് ഇൻ ഓൾ ദ ഇൻഫർമേഷൻ ആൻഡ് ദെൻ വി ഗീവ് ഔട്ട് വാട്ട് അവർ തോട്ട് പ്രോസസ്സസ് ആർ. നമുക്ക് ഉള്ള തോട്ട് പ്രോസസ്സസ് എന്താണോ അത് വി ഗീവ് ഔട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ അത് നമ്മളെ പുറത്തേക്ക് വിടുന്ന ഒരു മെത്തേഡ് ആണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദർ ആർ ബേസിക്കലി 4 സ്കിൽസ് ഇൻവോൾവ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ദാറ്റ് ഇസ് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ മാക്രോ സ്കിൽസ് എന്നാണ് പറയുന്നത്. ഒരു ലാംഗ്വേജ് ലേണിംഗിലെ മാക്രോ സ്കിൽസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് സ്കിൽസ് ആണ് ഈ 4 എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് കുറച്ച് മൈക്രോ സ്കിൽസ് കൂടിയുണ്ട്. മൈക്രോ സ്കിൽസിൽ വരുന്നതാണ് വൊക്കാബുലറി, പിന്നെ പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, ഗ്രാമർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദേ കം ആസ് മൈക്രോ സ്കിൽസ് വിച്ച് അത് റിക്വയർഡ് അല്ല എന്നല്ല പറയുന്നത്, ബട്ട് പ്രൈമറിലി ഈ 4 സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഈ 4 സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി മൈക്രോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ടു ബി വെരി മച്ച് പ്രൊവിഷ്യൻ ഇൻ എ ലാംഗ്വേജ്. മൈക്രോ സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മളതിൽ ലാംഗ്വേജിൽ കുറച്ചെങ്കിലും പ്രൊഫീഷ്യന്റ് ആണ്, നല്ലപോലെ നമുക്ക് ആ ലാംഗ്വേജ് അറിയാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലാംഗ്വേജ് സ്കിൽസ് ഞാൻ പറഞ്ഞു: ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. വാട്ട് ഇസ് ലിസണിങ്? Listening means it is the ability to decode the meaning of an audio string. Audio string, whatever audio string be it. ഇപ്പോ നമ്മുടെ ചുറ്റും കേൾക്കുന്ന ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാവുമല്ലോ. ഇറ്റ് മേ ബി കോസ് ഡ്യൂ ടു ഏതെങ്കിലും ആനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദമാവാം, അല്ലെങ്കിൽ നേച്ചറിലുള്ള ശബ്ദങ്ങളാവാം, കാറ്റിന്റെ ശബ്ദമാവാം, ലൈറ്റനിങ് അല്ല തണ്ടറിന്റെ ശബ്ദമാവാം, അപ്പം മഴയുടെ ശബ്ദമാവാം. എന്ത് ശബ്ദങ്ങളായാലും ദി എബിലിറ്റി ടു ഡീകോഡ് ദാറ്റ് ഇസ് ലിസ്ണിംഗ്. ഓൾസോ നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി. So listening is basically the ability to decode the meaning of an audio string. Then comes speaking. Speaking is the ability to encode thought and concepts into oral form. Encode, അതായത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും നമ്മുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റ്സും ഒരു ഓറൽ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു എബിലിറ്റിയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഐ എം ഡൂയിങ് ഇസ് സ്പീക്കിംഗ്. എൻ്റെ മനസ്സിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഞാൻ അത് ഒരു ഓറൽ ആയിട്ടുള്ള ഒരു മീഡിയത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. So I have the ability to speak. I have the ability to encode my thoughts and whatever concepts I know through a medium, through an oral medium. അതിലൂടെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. So that is called speaking. Then comes writing. Then comes reading actually. Reading is the ability to decode the meaning of a written string.
റിട്ടേൺ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, പ്രിന്റഡ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇന്നലെ ഞാൻ അതിനെ പറ്റിയിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇസ് ദി എബിലിറ്റി ടു ഡീകോഡ് ദ മീനിങ് ഓഫ് എ റിട്ടൺ സ്ട്രിംഗ്. Then comes writing. Writing is the ability to encode thoughts and concepts into written form. Same as speaking, പക്ഷേ here only the medium is different. മീഡിയം, ഇവിടുത്തെ മീഡിയം എന്താണ്? റൈറ്റിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് ഓറൽ, ഇറ്റ്സ് റൈറ്റിംഗ്. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും കോൺസെപ്റ്റ്സും റൈറ്റിംഗിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ദാറ്റ് സ്കിൽ, ദാറ്റ് എബിലിറ്റി ടു ഡു ദാറ്റ് ഇസ് കോൾഡ് റൈറ്റിംഗ്. സോ ബേസിക്കലി ലാംഗ്വേജ് ലേണിംഗിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് 4 സ്കിൽസ് ആണ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ദീസ് ആർ ദ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് which നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ you are supposed to know or you are supposed to have these skills. ഓക്കെ, നമ്മളിപ്പോ ഒരു ലാംഗ്വേജ് കുറെ കൊല്ലങ്ങളായിട്ട് പഠിക്കുന്നുണ്ടാവും. So you people are in the 12th standard, so you are required to have these skills, and all the exams will obviously test these skills. Coming to our topic, verbal aptitude. ഇന്നത്തെ സെഷൻ verbal aptitude ആണ്. ഓക്കെ, എന്താണ് verbal aptitude? Verbal aptitude എന്ന് പറയുന്നത് is the ability to use the written language and to understand concepts presented through words. Verbal aptitude എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ റിട്ടേൺ ആയിട്ടുള്ള ലാംഗ്വേജിന് നമ്മൾ ലൈക്ക് ദി എബിലിറ്റി ടു യൂസ് ദ ലാംഗ്വേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ് പ്രസന്റഡ് ത്രൂ വേർഡ്സ്. വേർഡ്സിൽ ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ടാവും. When you're going deep into the section, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും verbal aptitude is a very vast area. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഒത്തിരി ഡൈവേഴ്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ verbal aptitude എന്ന് പറയുന്നത് വേർഡ്സിനെ നമുക്ക് മനസ്സിലാക്കാനും റിട്ടേൺ ആയിട്ടുള്ള ലാംഗ്വേജിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉള്ള നമ്മുടെ എബിലിറ്റിയാണ്. അതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ അറിയാമോ എന്നുള്ളൊരു എബിലിറ്റിയാണ്. ഓക്കെ, വേർഡ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും ഇങ്ങനെയുള്ള പല സ്കിൽസ് ആണ് verbal aptitude എന്നുള്ള സെക്ഷനിൽ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. സോ verbal aptitude എന്ന് പറയുന്നത് എന്താണ്? You should have an ability to use all these words or the written language to understand concepts presented through words. Okay. അപ്പോ ഒരു വേർഡ്, ഇതിന്റെ സെക്ഷൻ ഡിവിഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വേർഡിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാം എന്നുള്ളത്. പല പല രീതിയിലേക്ക് നമുക്ക് ഈ verbal aptitude ക്വസ്റ്റ്യൻസിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ verbal aptitude, by having the verbal aptitude you must be able to use and understand the words. Okay, and it evaluates practical verbal skills. Practical ആയിട്ടുള്ള verbal skills ആയിരിക്കും ഈ സെക്ഷനിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഗ്രാമർ സ്കിൽ, നിങ്ങളുടെ സ്പെല്ലിംഗ്, നിങ്ങളുടെ വൊക്കാബുലറി ആൻഡ് verbal comprehension. ഗ്രാമർ ഒബ്വിയസ്ലി ഒരു ലാംഗ്വേജിന്റെ മൈക്രോ സ്കില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to keep in mind certain rules which we have to use while dealing with a language. നമ്മളൊരു ലാംഗ്വേജ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊരു ലാംഗ്വേജ് ആയാലും ശരി, മലയാളം ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, ഹിന്ദി ആണെങ്കിലും ശരി, ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ശരി, നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ we have to follow certain rules. ആ റൂൾസിനെയാണ്, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് കൺവെൻഷൻസ് which we are to follow while using a language is called, can be termed as grammar. ഗ്രാമറിൽ തന്നെ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്, പല സെക്ഷൻസ് ഉണ്ട്. റൈറ്റ് ഫ്രം യുവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സോ നിങ്ങൾ ഗ്രാമർ ടെക്സ്റ്റ് പഠിക്കുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്കറിയാം ഒത്തിരി സെക്ഷൻസ് ഉണ്ട് ലാംഗ്വേജസിന്റെ യൂസ് പഠിക്കാൻ വേണ്ടിയിട്ട്. യു ഹാവ് പ്രിപ്പോസിഷൻസ്, യു ഹാവ് കൺജങ്ഷൻസ്, യു ഹാവ് ഇന്റർജങ്ഷൻസ്, യു ഹാവ് നൗൺസ്, പ്രോനൗൺസ്, വെർബ്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഗ്രാമർ ഇൻ ഇറ്റ്സെൽഫ് ഇസ് എ വെരി വാസ്റ്റ് ഏരിയ. അപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മളെ verbal aptitudeൽ കൊണ്ടുവന്നാൽ തന്നെ ഇറ്റ് എക്സ്പാൻഡ്സ് ദി ഏരിയ സോ മച്ച്. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ അതിന്റെ ഒരു സെക്ഷൻ മാത്രമാണ്, അല്ലാണ്ടും ഇനിയും ഒത്തിരി സെക്ഷൻ ഉണ്ട്. സ്പെല്ലിംഗ് എന്താണ്? The ability to spell the words.
നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വേർഡിനെ സ്പെൽ ചെയ്യുന്ന ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്രൈമർലി ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇംഗ്ലീഷ് ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്. എന്താണ് അൺഫോണറ്റിക് ലാംഗ്വേജ്? നമ്മൾ പറയുന്ന പോലെ അല്ല നമ്മൾ സ്പെൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മലയാളം എടുത്തു നോക്കൂ, നമ്മൾ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ സ്പെൽ ചെയ്യുക. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ വി കൻ നോട്ട് ഡു ദാറ്റ്. നമ്മൾ പറയുന്ന പോലെ അല്ല സ്പെൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അൺഫോണറ്റിക് എന്ന് പറഞ്ഞു, ഐ ഹാവ് യൂസ്ഡ് ഫോർ പ്രൊനൗൺസിങ് അൺഫോണറ്റിക്, ഞാൻ ഫ എന്നുള്ള സൗണ്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വെൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദ സ്പെല്ലിംഗ് ഓഫ് ഫോണറ്റിക്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് PH. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ 26 ആൽഫബറ്റ്സേ ഉള്ളൂ എങ്കിലും വി ഹാവ് 44 ഫോണീംസ്. അപ്പോ പലതരത്തിലുള്ള സ്പെല്ലിംഗ് വേരിയേഷൻസ് വരും. ആൻഡ് സോ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ് സെക്ഷനിൽ സ്പെല്ലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ള ഒരു വെരി ക്ലെവർ മെത്തേഡ് ആണ് സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലാംഗ്വേജിൽ നല്ലൊരു പ്രൊഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പെല്ലിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇസ് എ വെരി സ്മാർട്ട് ഐഡിയ ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് ആൻ അൺഫോണറ്റിക് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ നമുക്ക് സ്പെല്ലിംഗ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ വൊക്കാബുലറി. വൊക്കാബുലറി ഈസ് വാട്ട് യു കോൾ ദ amount of words you know. ഓക്കെ, നിങ്ങൾക്ക് യു ഹാവ് ബീൻ യൂസിങ് ദ ലാംഗ്വേജ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾ അതുവഴി പിന്നെ പല രീതിയിലും നിങ്ങൾ കുറെ വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അല്ലാണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മേ ബി യു ഹാവ് റെഡ് സംവെയർ, അല്ലെങ്കിൽ നിങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ കുറെ വേർഡ്സ് ആയിട്ട് യു ആർ എക്സ്പോസ് ടു മെനി കൈൻഡ്സ് ഓഫ് വേർഡ്സ്. അപ്പൊ നിങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് യു ഹാവ് ഹാഡ് എന്താണ് ഒരു ആംപിൾ നമ്പർ ഓഫ് വേർഡ്സിന്റെ കളക്ഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേർഡ്സിന്റെ ഒരു നോളജ് ഉണ്ടല്ലോ, ആ വേർഡ്സിന്റെ ആ ഒരു നോളജ് ആണ്, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് വേർഡ്സ് യു നോ, ആ ഒരു സംഭവത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും വൊക്കാബുലറി. നിങ്ങൾക്ക് എത്ര വേർഡ്സ് അറിയായിരിക്കാം, അല്ലെങ്കിൽ ലിറ്ററലി അങ്ങനെ ചോദിക്കുന്നല്ല, ബട്ട് എന്താണ് മീനിങ്സ് അറിയായിരിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്സ് അറിയായിരിക്കുമോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇവാലുവേഷൻ ആയിരിക്കും വൊക്കാബുലറി സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ആൻഡ് ദെൻ വെർബൽ കോംപ്രിഹെൻഷൻ. വെൻ ഇറ്റ് കംസ് ടു വെർബൽ കോംപ്രിഹെൻഷൻ, സ്ലൈറ്റ്ലി റിലേറ്റഡ് ടു RC എന്ന് പറയാം. റീഡിംഗ് കോംപ്രിഹെൻഷനായിട്ട് കുറച്ച് റിലേറ്റഡ് ആണെന്ന് പറയാം. ഈ വെർബൽ കോംപ്രിഹെൻഷനകത്ത് നമുക്ക് കൂടുതലും എന്താ വരിക എന്ന് വെച്ചാൽ സെന്റൻസസ് ഉണ്ടാവുമല്ലോ. സെന്റൻസസിന്റെ വെൻ യു ടോക്ക്, basically the process you are doing is communication. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് അതിനൊരു ഓർഡർ ഉണ്ടാവും. ആദ്യം നടന്ന കാര്യം, രണ്ടാമത് നടന്ന കാര്യം, ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കമ്മിങ് അണ്ടർ ദ സെക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്ര മനസ്സിലാക്കിയാൽ മതി. വെർബൽ കോംപ്രിഹെൻഷനകത്ത് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു ഓർഡർ ഉണ്ടാവും, നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു സീക്വൻസിങ് ഉണ്ടാവും. അതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും വെർബൽ കോംപ്രിഹെൻഷൻ. ഓൾസോ നിങ്ങളിപ്പോ ഒരു പാസേജ്, ഒരു ഷോർട്ട് പാസേജ് വായിച്ചിട്ട് you have to identify what happened initially, what happened after that. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു റീസണിങ് സെഷൻ ആയിരിക്കും വെർബൽ കോംപ്രിഹെൻഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. Yeah, the section also includes reasoning and deduction type of questions, critical reasoning and verbal reasoning. ഞാൻ നേരത്തെ പറഞ്ഞ you might be given with a like ഒരു 5-6 sentences തന്നിട്ടുണ്ടാവും, and you will be required to order the sentences. And it will be only happening if you are good with the reasoning part. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതിൽ ഏത് കാര്യമായിരിക്കാം ആദ്യം നടന്നിട്ടുണ്ടാവുക എന്നുള്ള ഒരു സിമ്പിൾ ലോജിക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ യു വുഡ് ബി ഏബിൾ ടു സോൾവ് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ റീസണിങ്ങും ഡിഡക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു വിൽ ഓൾസോ ഹാവ് ഡിഡ്യൂസിങ്. നമ്മൾ RC-യിൽ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ what you do is you read the comprehension and you deduce things. Inference based question ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു പാസേജിൽ നിന്ന് നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ, നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളും ഈ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബട്ട് നോട്ട് ഇൻ എ വേ ദാറ്റ് ക്വസ്റ്റ്യൻ കംസ് ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതുപോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും. We will be discussing all these. Okay, നമ്മൾ ഇതിന്റെ ഓരോ സെക്ഷനിലെയും ഓരോ ക്വസ്റ്റ്യൻസും അത് സോൾവ് ചെയ്യേണ്ട രീതികളും അതിന്റെ ഹാക്സ്
ട്രിക്സും അതിന്റെ ടെക്നീക്സും സ്ട്രാറ്റജീസും എല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. And as I told you, this is only a strategy class where I am planning to introduce നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ് ഈ ഒരു സെക്ഷൻ എന്താണ്, ഈ സെക്ഷനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഈ സെക്ഷനിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ മാത്രമാണിത്. ഡീറ്റെയിൽഡ് സെഷൻസിനകത്ത് നമ്മൾ ഇതിൽ ഓരോ ടോപ്പിക്കും എടുത്ത് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടാവും, കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. ഞാൻ ഈ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ക്ലാരിറ്റി കിട്ടും. സെക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വിൽ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ഇന്നത് ഇതിനകത്ത് വരുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോർ മൈ കൺവീനിയൻസ്, നമുക്ക് പഠിപ്പിക്കാനും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ സെക്ഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സെക്ഷൻ 1 ഇസ് വൊക്കാബുലറി. നേരത്തെ പറഞ്ഞ പോലെ വൊക്കാബുലറി ഈസ് ദി എമൗണ്ട് ഓഫ് വേർഡ്സ് നിങ്ങൾ ഇരിക്കുന്ന വേർഡ്സ് നിങ്ങൾ പല രീതിയിൽ നിന്നും അല്ലെങ്കിൽ പല മീഡിയങ്ങളിൽ നിന്നും ഗ്രാസ്പ് ചെയ്തിട്ടുള്ള വേർഡ്സ്, ദ നമ്പർ ഓഫ് വേർഡ്സ്, ആ ഒരു സംഭവമാണ് വൊക്കാബുലറി. അപ്പൊ അതിനകത്ത് ആ ഒരു നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് സെക്ഷൻസ് ആണ് ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ നിന്ന് ലൈക്ക് ഈ ഓരോ ഹെഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഓരോ ഹെഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. So the first one is root words, second one is synonyms, third one is antonyms, fourth one is analogies, fifth one is one word substitutions, sixth one is odd one out, and seventh one is spelling. ഈ ഓരോന്നും ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം ഇതിലെല്ലാം നിങ്ങളുടെ വേർഡ് പവർ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും വേർഡ്സ് അറിയായിരിക്കോ, നിങ്ങൾക്ക് ആ വേർഡ്സിന്റെ മീനിങ് അറിയായിരിക്കോ, നിങ്ങൾക്ക് ആ വേർഡുമായിട്ട് വേറൊരു വേർഡിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമോ, നിങ്ങൾക്ക് ആ വേർഡ് വി ഹാവ് ഡിഫറെന്റ് കാറ്റഗറീസ്, ആ കാറ്റഗറിക്കകത്ത് പെടുന്ന വേർഡ് ആണോ, അല്ലെങ്കിൽ ഈ വേർഡ് അതിനായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റാത്ത വേർഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്ന പിന്നെ സെക്ഷൻസ് ആണ് ഇതെന്ന് നമുക്ക് അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓൾസോ സ്പെല്ലിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെല്ലിംഗ് കംസ് അണ്ടർ വൊക്കാബുലറി ബിക്കോസ് ഇറ്റ് ബേസിക്കലി ഡീൽസ് വിത്ത് വേർഡ്സ്. ഓക്കെ, സോ ഇത്രയാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്ന സെക്ഷനകത്ത് ഉണ്ടാവുക. So first section is vocabulary and we will be dealing with each one of them. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ സെക്ഷൻ 1 വൊക്കാബുലറിയുടെ ഈ ഹെഡിങ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, then section 2. Section 2 is verbal ability. Section 2-ക്കകത്ത് നമ്മൾ ഇഡിയംസ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, സെന്റൻസ് കംപ്ലീഷൻ, പാസേജ് കംപ്ലീഷൻ, ഗ്രാമർ ആൻഡ് സ്പോട്ടിംഗ് ദി എറർ. ഓക്കെ, വെർബൽ എബിലിറ്റി. വെർബൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൊക്കാബുലറിയിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വേർഡ്സിൽ നിന്ന് കുറച്ചുകൂടെ എന്താണ്, യു ആർ ടേക്കിംഗ് എ സ്റ്റെപ്പ് ഫോർവേഡ്. ഇഡിയംസ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ദേ ആർ യൂസേജസ്. അപ്പൊ ഇഡിയംസിന്റെ മീനിങ്സ് അറിയായിരിക്കോ, അല്ലെങ്കിൽ ചില ഫ്രേസസിന്റെ മീനിങ്സ് നിങ്ങൾക്ക് അറിയായിരിക്കോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വെർബൽ എബിലിറ്റിയിൽ കാണുന്നത്. ഓൾസോ സെന്റൻസ് കംപ്ലീഷൻ, ഞാൻ പറഞ്ഞ പോലെ you'll be given maybe ഒരു initial part of sentence and you'll be asked to complete the section. You'll be asked to complete the sentence. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ we'll discuss it in further classes. Same way passage completion ഉണ്ടാവും. You'll have passages given, incomplete passages given, and you will be required to complete the passage. And comes the section grammar. Grammar കുറച്ചുകൂടെ ഒരു എന്താ പറയാ വലിയൊരു സെക്ഷൻ ആയിരിക്കും, ബിക്കോസ് വി ഹാവ് ടു ഡിസ്കസ് കുറെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നൗൺ, പ്രൊനൗൺ, വെർബ് മുതൽ ടെൻസസ്, ടൈപ്സ് ഓഫ് സെന്റൻസസ്, ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ്, ഇങ്ങനെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇതിൽ നിന്നൊക്കെ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ you will be required to answer questions which will involve the usage of the grammar skill. നിങ്ങളുടെ ഗ്രാമർ സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് fill in the blanks with following പിന്നെ വേർഡ്സ്, അല്ലെങ്കിൽ fill in the blanks with proper the appropriate nouns എന്നോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ല. There will be questions which require
the usage of your grammar skill. So അതിന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് the next section is spotting the error which comes as the continuation of grammar. ഗ്രാമർ അറിയാമെങ്കിൽ മാത്രമേ ഒരു സെന്റൻസിന്റെ അകത്തുള്ള എറേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ വെർബൽ എബിലിറ്റി സ്റ്റെപ്പ് ahead of vocabulary. കുറച്ചുകൂടെ വേർഡ്സിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് വെർബൽ എബിലിറ്റി. Section 3. Section 3 is verbal reasoning, which requires a more of critical reasoning and logical deduction. നിങ്ങൾ കുറച്ചുകൂടെ എന്താണ് നിങ്ങളുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനകത്ത് വരിക, വിച്ച് ഇൻക്ലൂഡ്സ് പാരാജംബിൾസ്. പാരാജംബിൾസ് എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും, ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ ഇറ്റ് ഇസ് പാരഗ്രാഫ് ഇൻ എ ജംബിൾഡ് ഫോം. ഓക്കെ, അത് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ സെന്റൻസ് സീക്വൻസിങ്, അതുപോലെ ഓർഡറിംഗ് ഓഫ് സെന്റൻസ് ആയിരിക്കും. ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ്. ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഇസ് അനദർ സെക്ഷൻ വേർ there are different types of questions coming. അതിനകത്ത് ഒത്തിരി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ റീസണിങ്ങിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ കം സിലോജിസംസ്. സിലോജിസംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൗ ക്യാൻ ഐ സേ ദാറ്റ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഓൾ ആർ കാറ്റ്സ്, സം ആർ ഡോഗ്സ്, അങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇതില് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഓൾ എസ് ആർ ബീസ്, സം എസ് ആർ ബീസ്, അങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എന്നില്ല. യു ഹാവ് ടു അറ്റൻഡ് ദ സെഷൻ ഓൺ സിലോജിസംസ് ടു പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. അതൊരു ഡീറ്റെയിൽഡ് സെഷൻ ആയിരിക്കും, ബിക്കോസ് അതിൽ കുറച്ച് നമ്മൾ എന്താണ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരും. ഇവൻ ദോ അത് സെന്റൻസസിനകത്താണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെങ്കിലും ഇറ്റ് ഇൻവോൾവ്സ് വെർബൽ റീസണിങ് വേർ യു ആർ റിക്വയർഡ് ടു എന്താണ് ലോജിക്കലി ഡെഡ്യൂസ് തിങ്സ്. നമ്മൾ കുറച്ച് ലോജിക് ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ റീസൺ ചെയ്ത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് എടുക്കേണ്ട ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതും കുറച്ച് ഡീറ്റെയിൽഡ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 1-നകത്തുള്ള വൊക്കാബുലറിയുടെ ഓരോ ടേംസ് ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെക്ഷൻ 1-നകത്ത് നമ്മൾ കണ്ടായിരുന്നു, ഫസ്റ്റ് ഉണ്ടായിരുന്നത് റൂട്ട് വേർഡ്സ് ആണ്. റൂട്ട് വേർഡ്സ് എന്താണ്? റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹാക്ക് ആണ്, ഒരു ട്രിക്ക് ആണ്. ഓക്കെ, നമുക്ക് വൊക്കാബുലറിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രിക്ക് ആണ് റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. English words are made up of a root or a base word and a prefix or suffix or both. നമ്മൾ ഇംഗ്ലീഷിലെ കുറെ വേർഡ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തന്നെ എന്താണ് ബേസ് വേർഡ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ടു ആൻ എക്സ്റ്റെന്റ് നിങ്ങൾക്ക് സിനോണിംസ്, ആന്റണിംസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെ. ഓക്കെ, ദേ ആർ ലൈക്ക് ട്രിക്സ്. അപ്പോൾ റൂട്ട് വേർഡ്സിന്റെ കുറച്ച് അത്യാവശ്യം നോളജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓൾസോ എ വേ ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യന്റ് മെത്തേഡ് കൂടിയിട്ടാണ് ഈ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ certain ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂട്ട് വേർഡ്സ് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു comprehend the meaning of some difficult words. ആൻഡ് ഓൾസോ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇന്റലിജന്റ് ഗസ് നടത്താൻ, നമുക്ക് ഇപ്പൊ എല്ലാ വേർഡ്സും നമുക്ക് അറിയണം എന്നില്ല. ഓക്കെ, വി ആർ നോട്ട് ജീനിയസസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ വേർഡോ അല്ലെങ്കിൽ ആ ഓപ്ഷൻസിനകത്തുള്ള എല്ലാ വേർഡ്സിന്റെ മീനിങ്ങോ അറിയണമെന്നില്ല. അപ്പൊ നമുക്കൊരു പിന്നെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗസ് നടത്താനോ സ്മാർട്ട് ആയിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഈ റൂട്ട് വേർഡ്സിന്റെ നോളജ് ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇറ്റ് ഈസ് ആക്ച്വലി an important trick so that you will have an ability to solve അല്ലെങ്കിൽ at least make a guess on what the right answer is when it comes to questions of
സിനണിംസ് അല്ലെങ്കിൽ ആന്റണിംസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ ഒരു ട്രിക്കായിട്ട് മാത്രം ഇതിനെ കാണരുത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. ഓക്കെ, റൂട്ട് വേർഡ്സിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ ഓഡിബിൾ എന്നുള്ള ഒരു വാക്ക് നമ്മൾ എടുക്കുവാണ്. ഓഡിബിൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എടുക്കുവാണ്. അതിനകത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏബിൾ എന്നുള്ളൊരു വാക്കും ഓഡിയോ എന്നുള്ളൊരു വാക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതില് ഏബിൾ എന്ന് പറയുന്നത് സഫിക്സ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് സഫിക്സ് മീൻസ് ഏബിൾ ടു ഡു. ഈ ഏബിൾ എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് ഏബിൾ ടു ഡു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. We get the word audible, which means capable of being heard. Audio is something related to sound. Okay, we know that. And when it comes with able, it is an ability to do. So when that word is formed, audible, you can make out the meaning that it is the capability of being heard or the ability of hearing. എന്നുള്ളൊരു കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ റൂട്ട് വേർഡ്സ് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. And coming to the second example, when you are adding a prefix to the same word audible, in എന്ന് പറയുന്ന ഒരു prefix നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ in എന്ന് പറയുന്ന വേർഡ് എപ്പോഴും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? നോട്ട് വെച്ചിട്ടാണ് അല്ലെ. സോ അത് നമ്മൾ in എന്ന് പറയുന്ന പ്രിഫിക്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നോട്ട് വെച്ചിട്ടാണ് നമുക്ക് അറിയാമെങ്കിൽ ഇൻഓഡിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് ഹേർഡ് ആണ് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഗസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ സിനണിംസ് ആന്റണിംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ റൂട്ട് വേർഡ്സിന്റെ നോളജ് എന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ട് വേർഡ്സ് ഒക്കെ എപ്പോഴും എല്ലാത്തിലും നോട്ടാണ്, ഇന്നിന്റെ മീനിങ് എപ്പോഴും നോട്ടായിരിക്കണം എന്നൊന്നും വിചാരിക്കരുത്. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കരുത്. ദെൻ ഇറ്റ് വിൽ ആഡ് ടു കോംപ്ലിക്കേഷൻസ്. ഓക്കെ, നിങ്ങൾ റോങ് ആയിട്ട് ഗസ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. So you should always have an intelligent study of these. ഇതൊന്നും പ്രോപ്പർലി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന റൂൾസ് ഒന്നും അല്ല. ഇങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നോട്ട് ആയിരിക്കണം എന്നുള്ളൊരു കൺവെൻഷൻ ഒന്നുമില്ല. ദീസ് ആർ തിങ്സ് വിച്ച് വി ഫൈൻഡ്. നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ടൊരു ഹാക്ക് ആയിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണിത്. So do not create a confusion while learning these. So അതാണ് root words എന്ന് പറയുന്നത്. Moving on, synonyms. എന്താണ് synonyms? Synonyms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are words that have same or similar meanings. Same or similar meanings. ഏകദേശം ഒരുപോലത്തെ മീനിങ് വരുന്ന അല്ലെങ്കിൽ സെയിം വേർഡ് ആയിരിക്കും, സെയിം മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ synonyms എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒത്തിരി വേർഡ്സ് ഉണ്ട്, ഒത്തിരി വേർഡ്സ് ഉള്ളത് കാരണം നമുക്ക് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ഇതിന്റെ മീനിങ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുവൽ മീനിങ്സ്. ഓരോ കോണ്ടെക്സ്റ്റിൽ അതിന് ഓരോ മീനിങ് വരുന്ന രീതിയിലുള്ള വേർഡ്സും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിനണിംസ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സിനണിംസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫൈൻഡ് ദി ഓപ്ഷൻ വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ വേർഡ് അല്ലെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. കറക്റ്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ സെയിം വേർഡിന്റെ മീനിങ് തന്നെ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. നമ്മൾ എപ്പോഴും സിമിലർ മീനിങ്, ബെസ്റ്റ് ഡിസ്ക്രൈബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് എന്താണ്, ഇംഗ്ലീഷിനകത്ത് അത്രയും വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇന്ന വേർഡിന്റെ മീനിങ് ഇത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു കോണ്ടെക്സ്റ്റ്. ആൻഡ് ഈ സെക്ഷനിൽ ബേസിക്കലി നിങ്ങളുടെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ദ സെക്ഷൻ ടെസ്റ്റ് വൈഡ്ലി ആൻഡ് എക്സോസ്റ്റീവ്ലി വൺസ് നോളജ് ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് വേർഡ് പവർ. നിങ്ങൾക്ക് ലാംഗ്വേജിനുള്ള നോളജും നിങ്ങളുടെ വേർഡ് പവറും, നിങ്ങൾക്ക് എത്രത്തോളം വൊക്കാബുലറി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എത്രത്തോളം വേർഡ്സ് നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. It also tests your ability to remember words with similar meanings. നിങ്ങളുടെ സിമിലർ മീനിങ്സ്, we have this ability to recollect words which are similar meanings. നമ്മൾ എപ്പോഴും കണക്ട് ചെയ്തായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുവാണെങ്കിലും ഓർമ്മിക്കുവാണെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട് അങ്ങനത്തെ വേർഡ്സ് റീറ്റെയിൻ ചെയ്യാൻ
എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സിനോണിംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സിമിലർ മീനിങ്സ് ഉള്ള വേർഡ്സ് നിങ്ങൾക്ക് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റും, എത്രത്തോളം റീകളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഫൗണ്ട്, ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു വിൽ ബി ഗിവൺ വിത്ത് 4 ഓപ്ഷൻസ്: സി, എസ്റ്റാബ്ലിഷ്, റിയലൈസ് ആൻഡ് സെർച്ച്. ഇതിനകത്ത് ഫൗണ്ടിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൻസർ നമുക്ക് തോന്നുന്നു സി എന്നാണ്. ഐ ഫൗണ്ട് ഔട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ കണ്ടു എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്നതാണ് പിന്നെ സി എന്ന് പറയുന്ന വേർഡ്. സോ ഫൗണ്ട് എന്ന് പറയുന്ന വാക്കിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള വാക്കാണ് എന്ത്, സി എന്ന് പറയുന്നത്. സോ you can see that ഇതിന്റെ കറക്റ്റ് അർത്ഥം, ഫൗണ്ടിന്റെ കറക്റ്റ് അർത്ഥമല്ല സി എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് എ സിനോണിം ബിക്കോസ് ഇറ്റ് ഹാസ് സിമിലർ മീനിങ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല നമ്മൾ യു ഷുഡ് നോട്ട് ലുക്ക് ഫോർ ദി വേർഡ്സ് വിച്ച് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഗിവൺ വേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലുള്ള വേർഡിന്റെ കറക്റ്റ് മീനിങ് ഇല്ല ഇതിനകത്ത്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊന്നും പറയരുത്. യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, ബിക്കോസ് അതിനകത്ത് പറയുന്നുണ്ടോ find the option which best describes the given word, അല്ലെങ്കിൽ which has similar meaning to the given word. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നിരിക്കുന്ന വേർഡ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേർഡുമായിട്ട് ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യന്റെ ഉദ്ദേശം. മൂവിങ് ഓൺ, ആന്റണിംസ്. ആന്റണിംസ് എന്താണ്? ആന്റണിംസ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് കോൺട്രാസ്റ്റിംഗ് ഓർ ഓപ്പോസിറ്റ് മീനിങ്സ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്, എൻറ്റയർലി എന്താണ് ഒരു വേർഡിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, ഏകദേശം എതിരായിട്ട് പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആന്റണിംസ് എന്ന് പറയുന്നത്. ഈ സെക്ഷനകത്തും എന്ത് തന്നെയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ നോളജ് ഓഫ് ലാംഗ്വേജ് ആൻഡ് വേർഡ് പവർ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. The section tests widely and exhaustively one's knowledge of the language and word power. ഇതിനകത്ത് നിങ്ങളുടെ സെയിം വിത്ത് ദ കേസ് ഓഫ് സിനോണിംസ്, എബിലിറ്റി ടു റീറ്റെയിൻ അല്ലെങ്കിൽ റിമെമ്പർ വേർഡ്സ് ഓഫ് ഓപ്പോസിറ്റ് മീനിങ്സ്. ഐ ടോൾഡ് യു, നമ്മൾ കണക്ട് ചെയ്തായിരിക്കും പഠിക്കുക. സോ എത്രത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സിനെയൊക്കെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, റീകളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എബിലിറ്റിയും കൂടെ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻസൾട്ട്. ഇൻസൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതാവാം, ഡീഗ്രേഡ് ചെയ്യുന്നതാവാം, ക്രെഡ്യൂൾ ചെയ്യുന്നതാവാം. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഓണർ. ബിക്കോസ് ഓണർ ഇസ് സംതിങ് വി ഡു എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓഫ് ഇൻസൾട്ട്. അല്ല, ഇൻസൾട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓണർ. നമ്മൾ ഒരാളെ പ്രകീർത്തിക്കുന്നതാണ് ഓണറിങ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്താണ് പ്രകീർത്തിക്കുന്നതാണ് ഓണറിങ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു സേ ഇൻസൾട്ട് യു ഡു ദി ഓപ്പോസിറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ആ വേർഡ്സിന്റെ ആന്റണിംസോ അല്ലെങ്കിൽ സിനോണിംസോ കണ്ടുപിടിക്കേണ്ടത്. Then analogies. Analogies is another important section in vocabulary. ഈ സെക്ഷനിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ജസ്റ്റ് മീനിങ് അറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അല്ല നോക്കുന്നത്. കുറച്ചുകൂടെ ബേസിക് ലെവലിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ എന്താണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്? These questions based on analogies require the identification of the common relation between the main set and the given options. നിങ്ങൾക്കൊരു മെയിൻ സെറ്റ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ടാവും. ആ വേർഡ്സിൽ നിന്ന് ആ വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് റിലേഷൻ ഉള്ള വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഇതിനകത്ത് ബേസിക്കലി എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? യുവർ എബിലിറ്റി ടു ഹാവ് ഒരു മേക്ക് കണക്ഷൻസ്. കുറച്ച് വേർഡ്സ് തന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് യോജിച്ച് പോകുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റി ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. You are required to choose the words that exhibit the same logical relationship as the original pair in the question. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒറിജിനൽ പെയറുമായിട്ട് ഏകദേശം ഒരു
പിന്നെ റിലേഷൻ വരുന്ന ഒരു സെയിം ലോജിക്കൽ റിലേഷൻഷിപ്പ് വരുന്ന വേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഇതിനകത്ത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി യുവർ വൊക്കാബുലറി സ്കിൽസ് ബട്ട് ഓൾസോ യുവർ എബിലിറ്റി ടു ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. രണ്ട് വേർഡ്സ് തമ്മിലുള്ള റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇതിനകത്ത് നിങ്ങൾക്ക് ആ വേർഡിന്റെ മീനിങ് അറിയോ എന്ന് മാത്രമായിരിക്കില്ല ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡ് ജസ്റ്റ് ആ വേർഡ് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പോലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് ബി ഏബിൾ ടു നോ ടു have a logical connection or deduce a logical connection between the given words. ഒരു എക്സാമ്പിൾ നോക്കാം. സി ഇവിടെ റാക്കറ്റ്, ടെന്നീസ്, ഇങ്ങനെ രണ്ട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബോൾ, ഫുട്ബോൾ, ഗ്ലവ്, ക്രിക്കറ്റ്, ബോർഡ്, ചെസ്, ബാറ്റ്, ക്രിക്കറ്റ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ്. ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ എന്തായിരിക്കും? റാക്കറ്റും ടെന്നീസും. നമുക്കറിയാം റാക്കറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ടെന്നീസ്. ടെന്നീസിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റാക്കറ്റ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഫുട്ബോളിൽ ബോൾ കളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ക്രിക്കറ്റിനകത്തും നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇടുന്നുണ്ട്, ചെസ്സിനകത്ത് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്, ക്രിക്കറ്റിന് ബാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദ പ്രോബ്ലം വിത്ത് ദിസ് ഇസ് നിങ്ങൾ ഇതിനകത്ത് എന്താണ് റിലേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു ലുക്ക് ഫോർ എ സ്പെസിഫിക് റിലേഷൻ. എന്താണ് ഇതിനകത്തുള്ള സ്പെസിഫിക് റിലേഷൻ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോ ഇതിലിപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് സി. റാക്കറ്റും ടെന്നീസും. ടെന്നീസിനകത്ത് റാക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റാക്കറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു സ്ട്രൈക്ക് സംതിങ്. ടു സ്ട്രൈക്ക് ദ ടെന്നീസിനകത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? റാക്കറ്റ് സ്ട്രൈക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വി ഹാവ് ടു ഗോ ആൻഡ് ലുക്ക് ബാക്ക് ടു ദി ഓപ്ഷൻസ് ആൻഡ് സി. ബോള്, ഫുട്ബോളിനകത്ത് നമ്മൾ ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ, ബോളിനെ സ്ട്രൈക്ക് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്, ബോളിനെ നമ്മൾ കളിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഫുട്ബോളിനകത്ത് ബേസിക്കലി വി യൂസ് അവർ ലെഗ് ടു സ്ട്രൈക്ക് ദ ബോൾ. നമ്മൾ കാല് കൊണ്ടാണ് ബോളിനെ തട്ടുന്നത്, അല്ലെ? ക്രിക്കറ്റിലാണെങ്കിൽ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കയ്യിലിടാനാണ്, അല്ലാതെ ബോൾ തട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതുപോലെ ചെസ്സിനകത്ത് ദർ ഇസ് നത്തിങ് റിലേറ്റഡ് ടു സ്ട്രൈക്കിംഗ്. അപ്പൊ നമുക്ക് ആ ബിയും സിയും കംപ്ലീറ്റ്ലി, ശരിക്കും പറഞ്ഞാൽ എയും ബിയും സിയും കംപ്ലീറ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. വെൻ ഇറ്റ് കംസ് ടു ഓപ്ഷൻ ഡി, ക്രിക്കറ്റിനകത്ത് എന്താണ് ചെയ്യുന്നത്? ബാറ്റ് ആണ് ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തുള്ള വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് വെരി ഫെമിലിയർ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയിട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു ലുക്ക് ഫോർ എ സ്പെസിഫിക് റിലേഷൻ ആൻഡ് ക്വസ്റ്റ്യനിൽ ഉള്ളതിന്റെ റിലേഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് ഈസി, ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ വെൻ യു ഗോ ആൻഡ് സീ ദി ഓപ്ഷൻസ് വിൽ സ്റ്റാർട്ട് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വേർഡ്സുമായിട്ട് കണ്ടുപിടിക്കുകയും അതേ ലോജിക്കൽ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ എഴുതുകയാണ് വേണ്ടത്. ദിസ് ഇസ് ആക്ച്വലി അനാലജിയുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, അനാലജിയുടെ സെഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ പല ടൈപ്സ് ഉണ്ട്, പല പിന്നെ എന്താണ് കുറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ 2 വേർഡ്സേ ഉള്ളൂ, ഇത് 3 വേർഡ്സ് വന്നിട്ട് 4ാമത്തെ വേർഡ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഒത്തിരി രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്സും അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസിന്റെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക അല്ലെങ്കിൽ ഇതിന്റെ ഒറ്റപ്പദം നൽകുക എന്നൊക്കെ പറയുന്ന സംഭവം, അത് തന്നെയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് എന്താണ് ഒരു ഫ്രേസ് ഉണ്ടായിരിക്കും വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ വേർഡ്. ഒരു വലിയ ഫ്രേസിനെ നമുക്ക് ഒരൊറ്റ സിംഗിൾ വേർഡ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് 2 രീതിയിൽ ചോദിക്കും. The questions will be asked in 2 ways. Giving the phrase and asking for the one word substitute, and giving the one word and asking for the meaning of the same. ഒന്നുകിൽ ആ ഫ്രേസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, എന്നിട്ട് നമ്മളോട് ഇതിന്റെ വൺ വേർഡ് എന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് പിന്നെ എന്താണ് വൺ വേർഡ് തന്നിട്ടുണ്ടാവും, അതിന്റെ മീനിങ് എന്താന്ന് നമ്മളോട് ചോദിക്കും. ഈ 2 രീതിയിലായിരിക്കും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ട്രെയിനിങ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ്. ഓക്കെ, ടൈം ഓഫ് ട്രെയിനിങ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് ഇസ് എ ഗിവൺ ഫ്രേസ്. ആ ഫ്രേസിനെ പറ്റിയിട്ടുള്ള ഒരു വൺ വേർഡ് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടെസ്റ്റിംഗ്, പ്രൊബേഷൻ, എക്സാമിനേഷൻ, ഓഡിഷൻ. ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രൊബേഷൻ ആണ് ആൻസർ. ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വി ഹാവ് എ ട്രെയിനിങ് ടൈം വിച്ച് ഇസ് കോൾഡ് പ്രൊബേഷൻ, അല്ലെ? അപ്പൊ ഇതാണ് ഒരു രീതി ചോദിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് യു ആർ ഗിവൺ എ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ വേർഡ് മീൻസ്. someone who cannot be left alone, someone who is included in a group, something that is hard to achieve, something which is used as a replacement. This is also a simple question. അതുകൊണ്ട് തന്നെ substitute is not someone who cannot be left alone. അതല്ല. Substitute is not someone who is included in a group, and it is definitely not something that is hard to achieve. എന്താണ് substitute? It is something which is used as a replacement. നമ്മൾ സ്കൂളിലൊക്കെ പറയുമല്ലോ ടീച്ചർ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു എന്ന്. ഒരു അവറിൽ ക്ലാസ് ഇല്ല, ടീച്ചർ വന്നിട്ടില്ല, ആ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരും. ടീച്ചർ കംസ് ആസ് എ റീപ്ലേസ്മെന്റ് ഓഫ് ദി ആബ്സെന്റ് ടീച്ചർ, അല്ലേ? സോ യു നോ ദാറ്റ്. എപ്പോഴും ഇത് ആക്ച്വലി ഇപ്പൊ പറയേണ്ടതല്ല, എന്നാലും വെൻ യു തിങ്ക് ഓഫ് ദ മീനിങ് ഓഫ് എ വേർഡ് യു ഹാവ് ടു think in a context. Particular context വെച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ it will be more easy. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ആ വേർഡിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അറിയാണ്ട് തന്നെ ആ വേർഡിന്റെ മീനിങ് നിങ്ങളുടെ മനസ്സിൽ വരും. ബിക്കോസ് നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് വേർഡിന്റെ മീനിങ് അറിയില്ല, ബട്ട് ഇറ്റ് ആക്ച്വലി കംസ് ഔട്ട് നാച്ചുറലി. ബിക്കോസ് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ആ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്. യു ആർ ആക്ച്വലി എക്സ്പോസ്ഡ് ടു എന്താണ് ഒത്തിരി വേർഡ്സിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആണ്. അപ്പൊ സംഹൗ അത് നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ആയിട്ടുണ്ടാവും. ഓൺലി തിങ് ഇസ് ദാറ്റ് യു മൈറ്റ് നോട്ട് നോ. അപ്പൊ എപ്പോഴും നമ്മളൊരു കോണ്ടെക്സ്റ്റ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ there might be chances that you actually know the answer. Okay, moving on. Odd one out. കുഞ്ഞിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവും ഓഡ് വൺ ഔട്ട്. ഇന്നത്തെ നമ്മൾ സർക്കിൾ ദി ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ. ഇതൊരു കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഓഡ് വൺ ഔട്ട് ആയിരിക്കും. These questions require you to select the odd option from the list provided. ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ പിന്നെ ഓഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ, ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. It also tests your ability to distinguish between different categories of words. ഇതിനകത്ത് ബേസിക്കലി എന്താ ചെയ്യുന്നത്? വി നോ ദർ ആർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേർഡ്സ്. വേർഡ്സിന് ഒത്തിരി കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാറ്റഗറീസിനകത്ത് ആ വേർഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നായിരിക്കും ഈ ഒരു സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐ ഹാവ് ഗിവൻ എൻ എക്സാമ്പിൾ ഡൗൺ ദർ വിച്ച് ഡസ് നോട്ട് ബിലോങ് വിത്ത് അതേഴ്സ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്, ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാം. ജഡ്ജ്, വിറ്റ്നസ്, ജൂറി, ലോയർ. ഓക്കെ, ജഡ്ജ്, വിറ്റ്നസ്, ജൂറി, ലോയർ. അപ്പൊ ഇതിനകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാം എന്താണ് കോർട്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ്. ജഡ്ജ്, വിറ്റ്നസ്, ജൂറി, ലോയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടി വരും ഏത് വേർഡാണ് ഇതിനകത്ത് ബിലോങ് ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഈ ക്വസ്റ്റ്യൻ ഞാനൊരു ഹോംവർക്ക് പോലെ തരാം. യു ക്യാൻ ആക്ച്വലി ചെക്ക് ഇൻ ദ വാല്യൂ ആഡഡ് നോട്ട്സ് ഫോർ ദി ആൻസർ. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ബ്രെയിൻ സ്റ്റോം. ഇതിൽ ജഡ്ജ്, ജൂറി, വിറ്റ്നസ്, ലോയർ ഇതെല്ലാം കോർട്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ്. ജസ്റ്റ് തിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ഇതിനകത്ത് ഏത് വേർഡായിരിക്കും ഓഡ് വൺ ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് തിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട്. ആൻഡ് ആൻസർ വാല്യൂ ആഡഡ് നോട്ട്സിൽ ഉണ്ടായിരിക്കും. സോ ഒരു ബ്രെയിൻ സ്റ്റോമിങ് എക്സസൈസ് ആയിക്കോട്ടെ നിങ്ങൾക്ക്. ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ സീ ദ ഡിഫിക്കൽട്ടി ലെവൽ. നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എന്ന് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? So just brainstorm and find out the answer and keep and wait for the value added notes. Okay, the last and final section of the bigger section of vocabulary is spelling. Spelling ആണ്. സ്പെല്ലിംഗ് എന്താണ്? ഇറ്റ് ഇസ് ദ റെൻഡറിങ് ഓഫ് സ്പീച്ച് സൗണ്ട് ഇൻ ടു റൈറ്റിംഗ്. റൈറ്റിംഗിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സ്പീച്ച് സൗണ്ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പെല്ലിംഗ്. ഇപ്പൊ ഞാൻ പറയുന്ന വാക്ക്, സ്പെല്ലിംഗ് എന്ന് പറയുന്ന വാക്ക് പോലും SPELLING എന്ന് ഞാൻ എഴുതുമ്പോഴാണ് അത് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് ദ റെൻഡറിങ് ഓഫ് സ്പീച്ച് സൗണ്ട് ഇൻ ടു റൈറ്റിംഗ്. ഓൾസോ ഇറ്റ് ഇസ് ദ വേ എ വേർഡ് ഇസ് സ്പെൽഡ്. ആ വേർഡിന്റെ സ്പെല്ലിംഗ് ആണത്. ഓക്കെ,
I don't think you need much of a എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ഒരു കാര്യമല്ല സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ spelling is the entering of speech sound into writing and it is the way a word is spelled. ഈ ക്വസ്റ്റ്യൻസിനകത്ത് എന്തായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ദീസ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് യുവർ എബിലിറ്റി ടു സ്പെൽ എ വേർഡ് കറക്റ്റ്ലി. ഒരു വേർഡ് കറക്റ്റ് ആയിട്ട് സ്പെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമായിരിക്കും ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിനകത്തും ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് 4 ഡിഫറെന്റ് സ്പെല്ലിങ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള കറക്റ്റ് സ്പെല്ലിംഗ് ഐ ഹോപ്പ് യു ഗൈസ് ആർ ഏബിൾ ടു ഐഡന്റിഫൈ. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ വേർഡ്. കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്പെല്ലിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിനകത്തുള്ള ആൻസറും യു ഫൈൻഡ് ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സിൽ കിട്ടുന്നുണ്ടായിരിക്കും. സോ ജസ്റ്റ് യു നോ സീ വെദർ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഇതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമേ ഇപ്പൊ തന്നിട്ടുള്ളൂ. ഇത്ര സെക്ഷൻസ് ഉണ്ട്, ഇതിനകത്ത് ഇന്ന കാര്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളൊരു ബേസിക് ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇനിയും കുറച്ചുകൂടെ കോൺസെപ്റ്റുവൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു സോൾവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ് ഈസിലി. അപ്പോൾ പ്രാക്ടീസ് അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടാവും. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ഫ്യൂച്ചർ സെഷൻസ് ടു ഡു ദാറ്റ്. ഓക്കെ, ആൻഡ് ബേസിക്കലി അവർ അപ്രോച്ച് ഓൺ ഡീലിംഗ് വിത്ത് ദ സെക്ഷൻ. നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഈ തന്നിരിക്കുന്ന ഒരു ബേസിക് ഡിവിഷൻ ഉണ്ടല്ലോ, ബേസിക് സിലബസ് പാറ്റേൺ ഞാൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. വിൽ ഹാവ് 1 കോൺസെപ്റ്റ് ക്ലാസ് ഓർ മോർ ഡിപ്പെൻഡിങ് ഓൺ ദ ആ ഒരു സെക്ഷൻ എത്രത്തോളം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് ആവശ്യമുണ്ടോ അത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ ആ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സെക്ഷൻ ഡിസ്കസ് ചെയ്തിട്ട് വി വിൽ ഹാവ് എ പ്രോബ്ലം സോൾവിങ് ക്ലാസ്. ഓക്കെ, പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസിൽ മെയിൻലി എന്തായിരിക്കും ചെയ്യുക? നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ദ ബെനിഫിറ്റ് ഓഫ് എ പ്രോബ്ലം സോൾവിങ് ക്ലാസ് ഇസ് ദാറ്റ് യു വിൽ ബി എക്സ്പോസ് ടു മെനി ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് ഒരു ടെക്നീക്ക് ആണല്ലോ. എല്ലാ എക്സാംസും പിന്നെ എക്സാം പ്രിപ്പറേഷന്റെ ഒരു ബേസിക് സാധനമായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും ഈ ഒരു സെക്ഷനിൽ മോസ്റ്റ്ലി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സെക്ഷന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് അതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓൾസോ വാല്യൂ ആഡഡ് നോട്ട്സ്. ഇപ്പോൾ എടുക്കുന്ന കോൺസെപ്റ്റ് ക്ലാസ്സസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് നിങ്ങൾക്ക് PDF ഫോമിൽ അവൈലബിൾ ആയിരിക്കും, ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് റെഫർ ടു ദോസ് നോട്ട്സ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ചും കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ഫീച്ചർ. ഓൾസോ ദ ടോപ്പിക് ടെസ്റ്റ്. ഡെയിലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ടോപ്പിക് ടെസ്റ്റ്. സോ ആക്ച്വലി യു ഹാവ് ടു അറ്റൻഡ് ദി ടോപ്പിക് ടെസ്റ്റ്. നിങ്ങൾ എപ്പോഴും ശരിക്കും അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ വർത്ത് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കി ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ടോപ്പിക് ടെസ്റ്റ്. ദെൻ ക്യുക്ക് prep ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ആഡഡ് ഫീച്ചർ. അതിനകത്ത് വിൽ ബി അപ്ലോഡിംഗ് ക്വസ്റ്റ്യൻസ് 20 questions on a daily basis. First week of Quick Prep is actually ongoing. അതിനകത്ത് verbal aptitude questions ഉണ്ടാവും. If you go and check, ഞാനിപ്പോൾ പറഞ്ഞ ഈ സെക്ഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. Almost every questions are from previous year question papers of various examinations. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി എക്സ്പോസ്ഡ് ടു എ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് സീ. ഒരു എന്താണ് ഡെയിലി നിങ്ങൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇറ്റ് ഇസ് എ വെരി ഈച്ച് സ്മോൾ സ്റ്റെപ്പ് കൗണ്ട്സ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ working out 20 questions is actually very important part of preparation. ഒരു 20 question എങ്കിൽ 20 question നിങ്ങൾ അത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പതിയെ you are training your brain to actually sit down and work out.
ഒരു എക്സാം ടൈമിൽ പോയിട്ടിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബ്രെയിനോട് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു പ്രോസസ്. അതിനെക്കാട്ടിലും ഈ കുറച്ച് കാലം മുന്നേ, ഒരു 1 month 2 month മുന്നേ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ ഒരു 20 questions, ഇറ്റ് ടേക്സ് ഓൺലി 30 minutes ടു ഡു ദാറ്റ്. അപ്പൊ ആ ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെയർ ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് നോക്കുവാണെങ്കിൽ യു ആർ ആക്ച്വലി ട്രെയിനിങ് യുവർ സെൽഫ് ടു വർക്ക് ഔട്ട്, ടു ഡു ഇറ്റ്. നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, നിങ്ങൾ വായിക്കുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യും, നിങ്ങൾ സോൾവ് ചെയ്യുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെരി യൂസ്ഫുൾ ഫീച്ചർ ആണ് ക്വിക്ക് പ്രെപ്പ്. സോ ഡു ദാറ്റ്. ഇന്നത്തെ വെർബൽ എബിലിറ്റിയുടെ സ്ട്രാറ്റജി ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 റിമൈനിങ് സെക്ഷൻസും അതിന്റെ അകത്ത് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നാളത്തെ സ്ട്രാറ്റജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So thank you for listening and hope to see you again tomorrow. Thank you.